ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൽ 16-ാം ദിനം. ഈ ക്രിസ്മസിൽ പതിവ് പോലെ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ ലളിതമായ ഉടയാടകളിലും ശാന്തമായ ആരാധനയിലും മാലാഖമാരുടെ ഗായക സംഘത്തിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാം. എന്നാൽ ആ വിശുദ്ധ രാത്രിക്ക് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ആ ജനനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ആഴമേറിയതും വെല്ലുവിളി നിറഞ്ഞതുമായൊരു വീക്ഷണം നമുക്ക് നൽകുന്നു. വെറും കീറ്റുശീലകളിൽ മാത്രമല്ല, ത്യാഗത്തിലും വ്യസനത്തിലും പൊതിഞ്ഞ ഒരു ജനനോദ്ദേശം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലെ ശ്രദ്ധേയമായ പ്രവചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം. യേശു ശക്തനായ രാജാവും എളിമയുള്ള ദാസനും. 5-ാം വാക്യം: എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ തകർന്നു. നമുക്ക് സമാധാനം നൽകുന്ന ശിക്ഷ അവൻ്റെ മേൽ വന്നു, അവൻ്റെ മുറിവുകളാൽ നാം സുഖം പ്രാപിച്ചു. 1. വലിയവൻ എളിയവനായി തീർന്നു. രാജകീയ ജനനത്തിന് വിപരീതമായൊരു ചിത്രം യെശയ്യാവ് വരയ്ക്കുന്നു. ശക്തമായൊരു ദേവദാരുവിനോ തഴച്ചു വളരുന്ന മുന്തിരിവള്ളിക്കോ പകരം മശിഹ ഒരു ഇളം മുളയായിരിക്കുമെന്നും വരണ്ട നിലത്തു നിന്നും മുളച്ചു വരുന്നൊരു വേര് പോലെ ആയിരിക്കുമെന്നും വരച്ചു കാട്ടുന്നു. ഈ ക്രിസ്മസിന് സൗമ്യനായൊരു കുഞ്ഞിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ എളിയ തുടക്കം ഓർക്കുക. അവൻ രാജകീയ അധികാരത്തിലോ സമ്പൽ സമൃദ്ധിയിലോ ജനിച്ചില്ല. വരണ്ട നിലത്തു നിന്നാണ് അവൻ ഉത്ഭവിച്ചത്. റോമൻ ഭരണത്തിൻ കീഴിലുള്ള ഒരു രാജ്യത്തെ ഒരു ചെറിയ, പലപ്പോഴും അവഗണിക്കപ്പെട്ടിരുന്ന പട്ടണത്തിൽ, നസ്രത്ത് പട്ടണത്തിൽ ജനിച്ചു. വളരെ ലളിതവും ദുർബലവുമായ ജീവിതമായിരുന്നു. പൂർണ്ണമായും തൻ്റെ പിതാവിനെ ആശ്രയിച്ചു വളർന്നു. ക്രിസ്മസ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെക്കുറിച്ചല്ല, ദൈവം നമുക്ക് വേണ്ടി താണിറങ്ങി വരുന്നതിനെക്കുറിച്ചാണ്. നാം ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമോ ഗാംഭീര്യമോ ഇല്ല. നമ്മുടെ ശ്രദ്ധ അവൻ്റെ മനുഷ്യരൂപത്തിലേക്ക് തിരിയാതെ അവൻ്റെ ദിവ്യ പ്രവൃത്തിയിലേക്ക് തിരിയേണ്ടതിന് അവൻ എല്ലാ ബാഹ്യമഹത്വങ്ങളും നീക്കം ചെയ്തു. 2. മഹത്വവാനായവൻ ഭാരങ്ങളെ ഏറ്റെടുത്തു. വാക്യം 4 ഒരു അമ്പരപ്പിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഈ ലോകത്തിലെ പാപികളായ നമ്മൾ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരു നായകനെ തിരയുന്നു. പ്രപഞ്ചത്തിൻ്റെ രാജാവ് അധികാരം പ്രയോഗിക്കുവാനും സൈന്യങ്ങളെ പരാജയപ്പെടുത്തുവാനും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുവാനും വരുമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നിരുന്നാലും ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന ശിശുവായ യേശുവിൻ്റെ ആദ്യ പ്രവൃത്തി കരുണയുടെയും സഹാനുഭൂതിയുടെയും പ്രവൃത്തിയായിരുന്നു. അവൻ നമ്മെ നശിപ്പാനല്ല വന്നത്, നമ്മുടെ രോഗത്തെയും ദുഃഖത്തെയും കീഴടക്കുവാനാണ് അവൻ വന്നത്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖം, പോരാട്ടം, വേദന തുടങ്ങിയ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ ബെത്ലഹേമിൽ ജനിച്ച രക്ഷകൻ നമുക്കായി ജനിച്ചത് അവയെ വഹിക്കുവാനായിട്ടാണെന്ന് ഓർക്കുക. 3. സമാധാനത്തിൻ്റെയും രോഗശാന്തിയുടെയും ദാനമായ രക്ഷ നൽകുന്നു. ഈ വേദഭാഗത്തിൻ്റെ മഹത്തായ പാരമ്യവും ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാരണവുമാണിത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പുൽത്തൊട്ടി വെറുമൊരു സുഖകരമായ പശ്ചാത്തലമല്ല, അത് കുരിശിലേക്കുള്ള ആദ്യ പടിയാണ്. രോഗികളെ സുഖപ്പെടുത്തുവാൻ നീട്ടുന്ന ആ കൈകൾ ഒരു ദിവസം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെടും. മറിയ വഹിച്ച പിഞ്ചു ശരീരം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കായി തകർക്കപ്പെടും. ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സമ്മാനം കുരിശിന് മാത്രം ഉറപ്പാക്കാൻ കഴിയുന്ന സമാധാനമാണ്. ഇടക്കാല ആശ്വാസം മാത്രമല്ല, അവൻ്റെ മുറിവുകൾ കാരണം നമുക്ക് രോഗശാന്തിയും പൂർണ്ണതയും ലഭിക്കുന്നു. ഈ ക്രിസ്മസിൽ ഒരു ആഘോഷം നിറഞ്ഞ അവധിക്കാലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ യെശയ്യാവിൻ്റെ വാക്കുകൾ പരിവർത്തനം ചെയ്യട്ടെ. പുൽത്തൊട്ടി ഒരു വാഗ്ദാനമാണ്. നമ്മുടെ ലോകത്തിലേക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു രാജാവിൻ്റെ വാഗ്ദാനം. രക്ഷകൻ നമുക്ക് വേണ്ടി കഷ്ടത സഹിപ്പാനും നുറുക്കപ്പെടുവാനുമാണ് ജഡാവതാരം ചെയ്തത്. ബേത്ലഹേമിലെ ശിശു നമ്മുടെ പാപത്തിൻ്റെ വീഴ്ചയ്ക്കായി തൻ്റെ പൂർണ്ണത കൈമാറിയ മുറിവേറ്റ ദാസനായി തീർന്നതിന് ദൈവത്തിന് നന്ദി കരേറ്റാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ പുത്രനായ യേശുവിൻ്റെ ജഡാവതാരത്തിലൂടെ വെളിപ്പെടുത്തിയ അവിശ്വസനീയമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവൻ്റെ മുറിവുകളാൽ ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട സമാധാനത്തിനും പാപശാന്തിക്കുമായി നന്ദി കരേറ്റുന്നു. ഈ ക്രിസ്തുമസ് കാലയളവിൽ നിന്നോടുള്ള വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനും നിന്നെപ്പോലെ എളിമയുള്ളവരായി ജീവിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.